നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. 3 നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തിരൂർ പുറത്തൂർ ആശുപത്രി പടിയിലെ പൂതേരി കുടുംബത്തിലേക്ക് ഒടുവിൽ ആശ്വാസവാർത്ത കടന്നെത്തി. ശനിയാഴ്ച രാവിലെ മുതൽ കാണാതായ നിഷാൽ എന്ന 15-കാരനെ കാസർകോട് കണ്ടെത്തിയതോടെ കുടുംബത്തിനും നാടിനും ആശ്വാസം. കാസർകോട് ചെറുവത്തൂരിൽ ഉമ്മയുടെ വീട്ടിൽ കഴിയുന്ന നിഷാൽ ചൊവ്വാഴ്ച രാത്രി നാടണയും. കുടുംബവും നാട്ടുകാരും ആദിയിൽ കഴിയവെ തിങ്കളാഴ്ച രാത്രിയാണ് കാസർകോട്ട് നിന്ന് ആശ്വാസവാർത്ത എത്തിയത്. തിങ്കളാഴ്ച രാവിലെ നിഷാലിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഓണാകുകയും സന്ദേശങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. രാത്രി വരെയും കുടുംബം അനിശ്ചിതത്വങ്ങൾക്ക് നടുവിലായിരുന്നു. അതിനിടെയായിരുന്നു ചെറുവത്തൂരിൽ കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് ഉപ്പ ജബ്ബാറും ഉമ്മ സൌദയും ചെറുവത്തൂരിലേക്ക് യാത്ര തിരിച്ചു. ബുധനാഴ്ച രാവിലെ തിരൂരിലെത്തി നിയമ നടപടികൾ പൂർത്തിയാക്കും. ശനിയാഴ്ച രാവിലെ 6:30 ട്യൂഷൻ കേന്ദ്രത്തിലേക്ക് പോയതിനു ശേഷമായിരുന്നു നിഷാലിനെ കാണാതായത്. പൊന്നുമോനെ കാണാതായതു മുതൽ അന്നവും ഉറക്കവുമില്ലാതെയാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഗൾഫിലായിരുന്ന പിതാവ് ജബ്ബാർ സംഭവത്തെ തുടർന്ന് നാട്ടിൽ എത്തിയിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ നിഷാലും ഇരട്ട സഹോദരനായ നിഹാലും കാവിലക്കാട്ടെ ട്യൂഷൻ കേന്ദ്രത്തിലാണ് പഠിക്കുന്നത്. ശനിയാഴ്ച നിഹാൽ ട്യൂഷൻ കേന്ദ്രത്തിൽ എത്തിയെങ്കിലും നിഷാൽ ഉണ്ടായിരുന്നില്ല. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി തിരക്കിയപ്പോഴാണ് നിഷാൽ രാവിലെ വീട്ടിൽ നിന്ന് പോയ വിവരം അറിയുന്നത്. തുടർന്ന് ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും അന്വേഷിച്ചെങ്കിലും വിവരം ലഭിച്ചിരുന്നില്ല. എഡിറ്റർ ലൈവ്, തിരൂർ. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്.